സർ, നെയ്യാറ്റിക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ അതിര് പങ്കിടുന്നത് തമിഴ്നാടുമായി ചേർന്ന പ്രദേശമാണ് കൊല്ലങ്കോട് പൊഴിയൂർ പ്രദേശങ്ങൾ. ഏകദേശം 3000-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള പുലിമൂട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്യാർ ചെന്ന് സംഗമിക്കുന്ന പൊഴിയൂർ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഇടുങ്ങിയ പ്രദേശമാണ്. വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി ഉണ്ടാവുകയും നൂറുകണക്കിന് ഭവനങ്ങൾ തകരുകയും ചെയ്ത ഘട്ടത്തിലാണ് 2024 ഏപ്രിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊഴിയൂർ നടത്തിയൊരു യോഗത്തിൽ കടലാക്രമണ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ 43 കോടി രൂപ അനുവദിച്ചിരുന്നു. അപ്പോൾ സീവാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായോഗികമായ ബുദ്ധിമുട്ട് തദ്ദേശീയരായിട്ടുള്ള ഇടവക കമ്മിറ്റി അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും പറഞ്ഞിരുന്നു. പുലിമൂട്ട് കൂടെ ഇട്ടുകൊണ്ട് നടത്തിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനു കൂടി സഹായകരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിയും. പ്രസ്തുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിർവഹണം കിറ്റ്കാണ്. അത് കിഡ്ഫിയുടെ ഫണ്ടാണ് അതിനുവേണ്ടി ലഭ്യമാക്കുന്നത്. ഈ പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ടെൻഡർ നടപടിയിലോട്ട് പോകുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും വൈകാതെ തന്നെ അടുത്ത സീസൺ വരുന്നതിന് മുമ്പ് തന്നെ സംരക്ഷണ ഭിത്തി ലഭ്യമാക്കുന്നതിന് വേണ്ടി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സമയപരിധിക്കകത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആൻസൽ MLA സൂചിപ്പിച്ച പോലെ കൊല്ലങ്കോട് പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ 43.65 കോടി രൂപയുടെ ഒരു അംഗീകാരം നൽകി പ്രവർത്തനം മുന്നോട്ട് വരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അത് അല്പം കൂടി എൻ്റെ DPR തയ്യാറാക്കി റിലീസ് ചെയ്ത് അവിടെ ഈ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുലിമുട്ടുകളും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കി കിഫ്ബി ബോർഡിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. 12/11/25 ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിൽ പദ്ധതിക്ക് 93.22 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയും തുടർന്ന് 31/12/25 പ്രസ്തുത സാമ്പത്തിക അനുമതി ഉത്തരവായി പുറപ്പെടുവിക്കുകയും ചെയ്തു. തീരദേശ സംരക്ഷണ പദ്ധതിയിൽ ഘടനകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ആയത് ഉറപ്പാക്കുന്നതിനും രൂപകൽപ്പനയിൽ ഒഴിവാക്കാനാവാത്ത ചില നിർമ്മിതികൾ കൂടി ഉൾപ്പെടുത്താൻ സർക്കാരിന് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഘടകം കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് പരിഷ്കരിച്ച് സാങ്കേതിക അനുമതി നൽകുന്നതിനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ്. 4/2/2026 ഇന്ന് സാങ്കേതിക അനുമതി നൽകി കമ്മിറ്റി യോഗം ചേരുന്നതിനുള്ള നടപടി സ്വീകരിച്ച് പ്രസ്തുത വർക്ക് നടത്തുന്നതായിരിക്കും.